KSRTC സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര ആദ്യം നടപ്പിലാക്കുക ഓർഡിനറി ബസ്സുകളിൽ മാത്രം. മേഘന മുരളി കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. മേഘന, വിശദാംശങ്ങൾ. ജൂൺ 15 തന്നെ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര നടപ്പിലാക്കുമെന്ന് സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചതാണ്. അതിന്റെ തുടർ തീരുമാനങ്ങളാണ് ഉണ്ടാകുന്നത്. ഗതാഗത വകുപ്പ് മന്ത്രി CP ജോണും അതുപോലെ തന്നെ മുഖ്യമന്ത്രി VD സതീശനുമായുള്ള നിർണായക കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ അവസാനിച്ചിട്ടുള്ളത്. അതിൽ തീരുമാനമെടുത്തിരിക്കുന്നത് ആദ്യഘട്ടമായി പദ്ധതി നടപ്പിലാക്കുക ഓർഡിനറി ബസ്സുകളിൽ മാത്രം എന്നുള്ളതാണ്. ആദ്യ 100 ദിവസം ഓർഡിനറി ബസ്സുകളിൽ മാത്രം നടപ്പിലാക്കും. മറ്റു മാനദണ്ഡങ്ങളില്ലാതെ എല്ലാ സ്ത്രീകൾക്കും ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുമെന്നുള്ളതാണ് ഇപ്പോൾ ഒരു തീരുമാനമായി വന്നിരിക്കുന്നത്. അതിനുശേഷം ആദ്യ 100 ദിവസങ്ങൾ ഈ പദ്ധതി നടപ്പിലാക്കിയ ശേഷം എന്തൊക്കെ ലാഭനഷ്ടങ്ങളുണ്ട്, എന്തൊക്കെ വരും പരായികകളുണ്ട് എന്നുള്ള കാര്യം പഠിച്ച് റിപ്പോർട്ട് നൽകാനായി ഗതാഗത കമ്മീഷണറോട് ആവശ്യപ്പെടും. അതിനുശേഷമായിരിക്കും ഇനി മറ്റേതെങ്കിലും ബസ്സുകളിൽ നടത്തണമോ, ഇനി സിറ്റി സൂപ്പർഫാസ്റ്റ് അടക്കമുള്ള മറ്റേതെങ്കിലും ബസ്സുകളിൽ നടത്തണമോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് തീരുമാനമുണ്ടാവുക എന്നുള്ളതാണ്. ഇനി ഏതെങ്കിലും തരത്തിൽ അത് കോർപ്പറേഷന് ബാധ്യതയാകില്ല, അതായത് KSRTCയുമായി ബന്ധപ്പെട്ട കോർപ്പറേഷന് ഇതിന്റെ ലാഭനഷ്ട കണക്കുകൾ ബാധ്യതയാകില്ല എന്നുള്ള കാര്യം കൂടി ഈ ചർച്ചയിൽ തീരുമാനമായിട്ടുണ്ട്. അധികമായി വരുന്ന പണം അത് സർക്കാർ നൽകുന്നത് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വഴി നൽകാനുള്ള ഒരു ആലോചന കൂടി നടക്കുന്നുണ്ട്. ഇതിൽ പ്രധാനമായും ഈ 100 ദിവസം സർക്കാർ പഠിക്കാൻ പോകുന്നത് ഏതൊക്കെ ഇനി കൂടുതൽ സ്ത്രീകൾ ഓർഡിനറി ബസ്സുകളിൽ കയറുമോ, അതുപോലെ തന്നെ ഈ ടിക്കറ്റുകൾ അല്ലെങ്കിൽ സൗജന്യ യാത്ര വേണ്ട എന്ന് പറയുന്ന സ്ത്രീകളുണ്ട്. ഇനി അവർ എങ്ങനെയാണ് ഇതിനെ ഈ തീരുമാനത്തെ നോക്കിക്കാണുക അടക്കമുള്ള കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. കൂടാതെ ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ആകുമ്പോൾ കൂടുതൽ സ്ത്രീകൾ ഈ ബസ്സുകളിലേക്ക് കയറാനും ഈ മറ്റ് വാഹനങ്ങൾ ഉപേക്ഷിച്ച് ഈ ഓർഡിനറി ബസ്സുകളെ ആശ്രയിക്കുക എന്നടക്കമുള്ള കാര്യങ്ങളും പഠിക്കും. അതിനുശേഷം റിപ്പോർട്ട് നൽകും ഈ 100 ദിവസത്തിനുള്ളിൽ എന്നുള്ളതാണ് പറയുന്നത്. മറ്റ് മാനദണ്ഡങ്ങളില്ല. അതിൽ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായി വരുന്നത് ഈ ഓർഡിനറി ബസ്സുകൾ മലബാർ മേഖലയിലടക്കം, അത് UDFന്റെ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് ആയിട്ടുള്ള മലപ്പുറം ജില്ലയിലടക്കം ഓർഡിനറി ബസ്സുകൾ വളരെ കുറവാണ്. ഒരു ഓർഡിനറി ബസ്സുകൾ പോലും ഇല്ലാത്ത മണ്ഡലങ്ങളുണ്ട്. അവിടെ എന്ത് പുതിയ പദ്ധതികൾ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള കാര്യം കൂടി സർക്കാർ ആലോചിക്കുന്നുണ്ട്. അതിൽ ഒരു ഓർഡിനറി ബസ്സുകൾ പോലും ഇല്ലാത്ത മണ്ഡലങ്ങളിൽ ബസ് കൊണ്ടുവരാനാകും എന്നുള്ള ആലോചന കൂടി നടക്കുമെന്നുള്ളതാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ, ഗതാഗത വകുപ്പ് മന്ത്രി നടത്തിയ ചർച്ചയിൽ തീരുമാനമായിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ ആദ്യ 100 ദിവസം നടപ്പിലാക്കുക ഓർഡിനറി ബസ്സുകളിൽ മാത്രമായിരിക്കുമെന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.